ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ആദിദേവനും ജടാധാരിയായ കൈലാസവാസിയും എന്ന് വിശ്വസിക്കപ്പെടുന്ന ശിവഭഗവാൻ ആഫ്രിക്കക്കാരനാണോ? എന്നാൽ ഇതാ കെനിയയിലെ പാറക്കെട്ടുകൾക്കുള്ളിലെ അതിഗൂഢമായ ഒരു ശിവക്ഷേത്രം ഭൂമിയിൽ ഇപ്പോഴും അലഞ്ഞു നടക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന കടുത്ത ശിവഭക്തനും ചിരഞ്ജീവിയുമായ പുരാണ കഥാപാത്രം അശുദ്ധാത്മാവിന്റെ ആരാലും അറിയാതെ പോയ ഏകാഗ ജീവിതത്തിന്റെ തെളിവുകൾ. ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്ന് ഇങ്ങനെയൊരു സ്വയംഭൂ ശിവലിംഗം അത്ഭുതം എന്ന വാക്കിനെ അനുവർത്തമാക്കുന്നു. ഈ ശിവലിംഗം ലക്ഷ്യമിട്ട് മാത്രം കെനിയയിലെ മൊംബാസ തുറമുഖത്തേക്ക് വാണിജ്യവിനിമയം നടത്തിയിരുന്ന ശൈവാരാധനയ്ക്ക് കീർത്തി കേട്ട ചോള സാമ്രാജ്യത്തിന് പോലും കണ്ടെത്താൻ പറ്റാത്ത ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഗുഹകൾക്കുള്ളിൽ നിന്നും ഉണ്ടാകുന്ന സ്റ്റാലഗമൈറ്റ് അഥവാ ചുണ്ണാമ്പ് കൽപ്പുറ്റാണ് ഈ കാണുന്ന ശിവലിംഗത്തിന് കാരണമാകുന്നത്. ഇന്നും ജലം നിർത്താതെ ഏറ്റുവീഴുന്ന ഉത്തരാഖണ്ഡിലെ താവകേശ്വർ ഗുഹയ്ക്കുള്ളിലാണ് അശുദ്ധാത്മാവിന്റെ ജനനം എന്ന് കരുതപ്പെടുന്നു. സ്വന്തം കുഞ്ഞിന് പാല് പോലും കൊടുക്കാനാവാത്ത ദാരിദ്ര്യത്തിലായിരുന്ന ദ്രോണാചാര്യർ ശിവനോട് പ്രാർത്ഥിക്കുകയും തൽക്ഷണം ഗുഹയ്ക്കുള്ളിൽ നിന്നും ശിവലിംഗത്തിലേക്ക് പാല് വർഷിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. സത്യമോ മിഥ്യയോ അപചാരിതമെന്നോണം സമാനമായ ശിവലിംഗവും ക്ഷേത്രാന്തരീക്ഷവുമാണ് നമുക്ക് ഇവിടെയും കാണാനാവുന്നത്. ആരാലും കണ്ടെത്താനാവാത്ത ഈ സ്ഥലം ഇപ്പോഴെങ്ങനെ ഗോംബേശ്വർ ക്ഷേത്രമായി മാറി? So the man boy has to give cows to the girl. So it's called cow means in local language called Ngombe. Which they decided we put Ishwar, Gombeshwar. People were coming by the climbing the staircase or with the rope. ഭൂമിയിൽ നിന്നും ഉണങ്ങാത്ത മുറിവുകളുമായി അമരനായി ജീവിക്കുന്ന അശുദ്ധാത്മാവിന്റെ ആത്മീയ ശുദ്ധീകരണം ശിവലിംഗാരാധനയിൽ നിഷിദ്ധമാണെന്നാണ് പണ്ഡിതർ പറയുന്നത്. കലിയുഗത്തിൽ ധർമ്മപക്ഷത്തു നിന്ന് പോരാടുവാൻ സാധിക്കും വരെ ഇതുപോലെ നമ്മുടെ കാണാമറയത്ത് അശുദ്ധാത്മാവും ഉണ്ടാവാം.